സാധുദർശനം സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം 4 വേദങ്ങളാണ് എങ്കിലും ഋക്ക് യജുസ് സാമം അഥർവം എന്ന 4 വേദങ്ങളിൽ ഭഗവാൻ വേദവ്യാസ മഹർഷി തൻ്റെ 4 ശിഷ്യന്മാരെ 4 വേദങ്ങളുടെ ആചാര്യന്മാരാക്കി തയ്യാറാക്കി പ്രവർത്തിച്ച് ഉപാസിച്ച് വരുന്നതായ കാലഘട്ടത്തിൽ യജുർവേദം എന്ന 2ാമത്തെ വേദം യാഗങ്ങളെയും യജ്ഞങ്ങളെയും കർമ്മങ്ങളെയും ക്രിയകളെയും ആചാര അനുഷ്ഠാനങ്ങളെയും ഉൾക്കൊള്ളുന്നതിനാൽ ആ വേദം 2ആയി മുറിഞ്ഞു. ഭഗവാൻ വേദവ്യാസ മഹർഷി വൈശംപായന മഹർഷിക്കാണ് യജുർവേദം ഉപദേശിച്ചത്. അദ്ദേഹമാണ് പാഠശാല നടത്തിയിരുന്നത്. എന്നാൽ വൈശംപായന മഹർഷിക്ക് 27 ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ 27 ശിഷ്യന്മാരിൽ ഏറ്റവും ബുദ്ധിശാലിയും തീക്ഷ്ണശാലിയും കഴിവുള്ള ശിഷ്യനുമായിരുന്നു യാജ്ഞവൽക്യൻ എന്ന മഹർഷി. യാജ്ഞവൽക്യ മഹർഷി പിന്നീട് വൈശംപായന മഹർഷിയിൽ നിന്നും അനുഗ്രഹം നേടി സൂര്യഭഗവാനെ തപസ് ചെയ്ത് സൂര്യഭഗവാൻ വാജിയുടെ രൂപത്തിൽ പ്രത്യക്ഷമായി തയ്യാറാക്കിയതാണ് യജുർവേദത്തിൻ്റെ മറ്റൊരു പാർട്ടായ ശുക്ല യജുർവേദം എന്നത്. ശുക്ല യജുർവേദത്തിൻ്റെ ആചാര്യനായി യാജ്ഞവൽക്യ മഹർഷിയെ കണക്കാക്കി വരുന്നു. അങ്ങനെ 4ആയിരുന്നതായ വേദം പിന്നീട് 5ആയിത്തീർന്നു എന്നതാണ് ഇതിൻ്റെ വിശേഷം. ശുക്ല യജുർവേദത്തിൻ്റെ അടിസ്ഥാനപരമായ ഉപനിഷത്താണ് ഇന്ന് ലോകം മുഴുവൻ ആചരിക്കുന്ന ഈശാവാസ്യ ഉപനിഷത്ത് എന്ന ഉപനിഷത്ത്. കൃഷ്ണ യജുർവേദം തൈത്രീയ വിഭാഗമായി നിൽക്കുകയും ശുക്ല യജുർവേദം വാചസനേയി സംഹിത എന്ന പ്രധാന വിഭാഗമായി മാറുകയും ചെയ്തു. അപ്പോൾ ഇവിടെ വേദത്തിൻ്റെ പാഠ്യപദ്ധതി 5ആയി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ വർഷങ്ങളായി വേദ പ്രചരണം നടക്കാതിരുന്നതായ കാലഘട്ടത്തിലാണ് ഭഗവാൻ വേദവ്യാസ മഹർഷി ഇതിൻ്റെ അടിത്തറയായ പ്രവർത്തനങ്ങൾ നടത്തിയത്. യുഗങ്ങളിൽ കൃതയുഗത്തിൽ 480 വയസ്സും ത്രേതായുഗത്തിൽ 360 വയസ്സും ദ്വാപരയുഗത്തിൽ 240 വയസ്സും കലിയുഗത്തിൽ 120 വയസ്സുമായി കുറഞ്ഞതായ ആയുസ്സിൻ്റെ കണക്കിൽ വേദവ്യാസ മഹർഷിയുടെ കാലഘട്ടത്തിൽ വേദങ്ങൾക്ക് ഇത്തരത്തിലൊരു ആധാരമാക്കി കൊണ്ടുവന്നപ്പോൾ ഈ വേദത്തിൻ്റെ പ്രചരണമോ പാഠ്യപദ്ധതിയോ പ്രവർത്തനമോ എളുപ്പമല്ലാത്തതിനാൽ വേദത്തിൽ അടങ്ങിയിരിക്കുന്നതായ 4 വിഷയങ്ങളെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഈ 4 വിഷയങ്ങളെയും ഏറ്റവും ലളിതമാക്കുന്ന രീതിയിൽ പിന്നീട് ഗ്രന്ഥങ്ങളെ തയ്യാറാക്കുകയും ആ ഗ്രന്ഥങ്ങൾ ഏറ്റവും പ്രശസ്തമായി തീരുകയും ചെയ്തു. അതിൽ ഒരു ഗ്രന്ഥമാണ് മഹാഭാരതം എന്ന 5ാമത്തെ വേദം എന്ന പേരിൽ പ്രശസ്തമായത്. അതുകൊണ്ട് ശ്രുതികൾ എന്നറിയപ്പെട്ട വേദത്തെ പിന്നീട് സ്മൃതികൾ എന്ന രീതിയിൽ ആചാര്യന്മാരുടെ ഓർമ്മകളിൽ നിന്നും തയ്യാറാക്കിയ ഗ്രന്ഥങ്ങൾ ഉണ്ടായ ശേഷം അവയെയും പ്രചരിപ്പിക്കാൻ ബുദ്ധിമുട്ടായി വന്ന കാലഘട്ടത്തിൽ അതിൻ്റെ ഗാഢതയെ ഓർത്തുകൊണ്ട് ആചാര്യന്മാർ തയ്യാറാക്കിയതാണ് ഇതിഹാസങ്ങൾ. അങ്ങനെ 1ാമത്തെ ഇതിഹാസമായി രാമായണവും 2ാമത്തെ ഇതിഹാസമായി മഹാഭാരതവും പ്രശസ്തമാക്കപ്പെട്ടു. മഹാഭാരതം എന്ന 5ാമത്തെ വേദത്തിൻ്റെ അകത്താണ് ശിവസഹസ്രനാമം എന്ന മഹത്തായ ഗ്രന്ഥമുള്ളത്. വിഷ്ണു സഹസ്രനാമം എന്ന അതിമഹത്തായ പാഠ്യപദ്ധതി ഉപാസനാ ഗ്രന്ഥവും ഉള്ളത്. ഇന്ന് നാം ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന 701 ശ്ലോകങ്ങളുള്ള
724 ശ്ലോകങ്ങളുള്ള 709 ശ്ലോകങ്ങൾ എന്ന കണക്കിൽ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ശ്രീമദ് ഭഗവത്ഗീത മഹാഭാരതം എന്ന ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്നുള്ളതാണ്. അങ്ങനെ 5 വേദങ്ങളിൽ 5-ാം വേദമായിട്ട് ശുക്ലയജുർവേദത്തെയും കണക്കാക്കുന്നു, എന്നാൽ മഹാഭാരതത്തെയും കണക്കാക്കുന്നു. 5-ാമത്തെ വേദമായ മഹാഭാരതത്തെ തയ്യാറാക്കിയതിനാലാണ് വേദവ്യാസ മഹർഷിക്ക് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗുരു എന്ന പട്ടം ലഭിച്ചത് എന്നും പറയപ്പെടാറുണ്ട്. ഇനി ധർമ്മശാസ്ത്രങ്ങൾ എന്ന 17-ാമത്തെ വിഭാഗം ആചാര അനുഷ്ഠാനങ്ങളും മാനവരാശിയുടെ നിത്യജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിനാൽ വെറ്റിലപ്പാക്ക് തിന്നാൽ എവിടേക്ക് തുപ്പണം എന്ന് വരെ ഉള്ളതായ നിയമനിഷ്ഠകളും, എങ്ങനെ മുണ്ടുടുക്കണം, എങ്ങനെ നമസ്കരിക്കണം, എങ്ങനെ പ്രദക്ഷിണം ചെയ്യണം, ആരെ ആദരിക്കണം, ആരെ ആചരിക്കണം, സന്ധ്യാവന്ദന മുറകളെന്ത്, കാലത്ത് ചെയ്യേണ്ട അനുഷ്ഠാനങ്ങൾ, മധ്യാഹ്നത്തിൽ ചെയ്യേണ്ട അനുഷ്ഠാനങ്ങൾ, സായം സന്ധ്യയിൽ ചെയ്യേണ്ട അനുഷ്ഠാനങ്ങൾ, ഭദ്രമായ കുടുംബ പദ്ധതികൾ, ഇതെല്ലാം തന്നെ ധർമ്മശാസ്ത്രങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ അകത്തുള്ളതാണ്. ദക്ഷിണാഗ്നി എന്ന അർദ്ധവൃത്താകൃതിയിലെ അഗ്നിയും ഗാർഹ്യപത്ന്യ എന്ന പൂർണ്ണവൃത്താകൃതിയുള്ളതായ അഗ്നിയും ആഹവനീയം എന്ന സമയതിരുത്തുള്ളതായ അഗ്നിയും 3 അഗ്നികളെ പ്രതിനിധീകരിപ്പിച്ചുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ തയ്യാറാക്കിയത്. അതുകൊണ്ട് ക്ഷേത്രങ്ങളുടെ നിയമങ്ങളും വ്യവസ്ഥകളും ചിട്ടകളും പ്രതിഷ്ഠിച്ച തന്ത്രിയുടെ ആധാരത്തിൽ അധിഷ്ഠിതമാണ്. അതിനാൽ നിയമങ്ങളെയും അതിനെ പരിപാലിക്കേണ്ട രീതിയെയും ക്ഷേത്രത്തിൻ്റെ നിയമങ്ങളും തന്ത്രിയാൽ മാറ്റപ്പെടേണ്ടതാണ്. തന്ത്രി പ്രതിഷ്ഠാദേവനുമായിട്ടുള്ളതായ ബന്ധത്തിലാണ് ഇവയെ മാറ്റാനും അതിനുള്ള മാറ്റങ്ങൾക്ക് വിധേയമാക്കാനും സാധിക്കുക എന്നത് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ അടിത്തറയിൽ വരുന്ന വിഷയമാണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇനി ഇതാണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം എന്ന് വൈദികമായി ചിന്തിക്കുമ്പോൾ സനാതനധർമ്മത്തിൻ്റെ മറ്റൊരു വെർഷനുണ്ട്. അതാണ് ശ്രുതികൾ, സ്മൃതികൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, ആഗമങ്ങൾ, നിഗമങ്ങൾ, ദർശനങ്ങൾ എന്ന വിഷയങ്ങൾ, പിന്നീട് സുഭാഷിതങ്ങൾ, നാടകങ്ങൾ, അലങ്കാരങ്ങൾ എന്ന വിഷയങ്ങളും ചേർത്ത് വരുമ്പോൾ ഏകദേശം 14 തത്വങ്ങളിൽ ഇവ അധിഷ്ഠിതമാക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കാണാം. അതിനാൽ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ശാസ്ത്രഗ്രന്ഥങ്ങളുടെ അകത്ത് ലോകത്തിൻ്റെ എല്ലാ മതങ്ങളും ഒരുപോലെ ആചരിക്കാവുന്നതും ആദരിക്കാവുന്നതുമായ വിഷയങ്ങൾ വരുന്നു എന്നതിനാൽ സനാതനധർമ്മമാണ് ജീവരാശികളുടെ അമ്മ, അടിത്തറ എന്ന് എടുത്തു പറയാനായിട്ട് സാധിക്കും എന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രണാമം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.